എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നാം ഈ വീഡിയോ തുടങ്ങി ചിന്തിക്കാൻ വേണ്ടി പോകുന്നത് ക്രൈസ്തവ സഭയിൽ വളരെയധികം ആശയക്കുഴപ്പങ്ങളും അധികം ദുർവ്യാഖ്യാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രധാന വിഷയങ്ങളെക്കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ വിഷയം പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കപ്പെടാത്ത പാപം. ഇതാണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം 31-32 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്കു പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കയില്ല. അതായത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം, നിങ്ങൾ ആ വാചകം ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണമാണ് ക്ഷമിക്കപ്പെടാത്ത പാപം. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും അത് ക്ഷമിക്കയില്ലെന്ന് യേശു കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ഇനി മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് കുറച്ചും കൂടെ വ്യക്തമായി, അതായത് എന്താണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണമെന്ന് പരിശുദ്ധ ആത്മാവ് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ചു കേൾപ്പിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യങ്ങൾ. മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദുഷിച്ചു പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതായത് നിത്യശിക്ഷയ്ക്ക് ഒരുവനെ യോഗ്യനാക്കുന്ന, ഒരിക്കലും ക്ഷമിക്കപ്പെടാത്ത പാപമാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം. ഇനി എന്താണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം? അവിടെ വ്യക്തമായി പരിശുദ്ധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 30-ാമത്തെ വാക്യത്തിൽ അവന് ഒരശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു. അതായത് പരിശുദ്ധ ആത്മാവിനെ അശുദ്ധാത്മാവെന്ന് വിളിച്ചതാണ് ക്ഷമിക്കപ്പെടാത്ത പാപം. വീണ്ടും പറയാം, പരിശുദ്ധ ആത്മാവിനെ അശുദ്ധാത്മാവെന്ന് വിളിച്ചതാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം. ഇനി അതിൻ്റെ പശ്ചാത്തലവും കൂടെ പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വിഷയം അതിൻ്റെ വ്യക്തമായ നിലയിൽ ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. യേശു കർത്താവ് കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കി. അത് കണ്ടപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും പറഞ്ഞു, ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടല്ല, പിന്നെയോ ഭൂതങ്ങളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാണ്. അവർ വ്യക്തമായി പറയുകയാണ്, യേശുവേ, നിൻ്റെ മേലിരിക്കുന്നത് പരിശുദ്ധ ആത്മാവല്ല, പിന്നെയോ ബെൽസബൂലിൻ്റെ ആത്മാവാണ് നിൻ്റെ മേലിരിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണ്? ആരാണിത് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ഇത് രണ്ടിനും വലിയ പ്രാധാന്യമുണ്ട്. പരീശന്മാരും ശാസ്ത്രിമാരും, വിശേഷാൽ ശാസ്ത്രിമാർ, മോശയുടെ ഇരിപ്പിടത്തിൽ, അതായത് മോശയുടെ സ്ഥാനമാണ് ശാസ്ത്രിമാരുടെ സ്ഥാനം. ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കൃത്യമായി ജനത്തെ പറഞ്ഞു പഠിപ്പിക്കേണ്ടവരാണ് ശാസ്ത്രിമാർ, അതുപോലെ പരീശന്മാർ. മോശയുടെ മേൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിച്ചതുകൊണ്ട് മിസ്രൈമിലും
ചെങ്കടലിലും മരുഭൂമിയിലും 40 വർഷങ്ങൾ വലിയ വീര്യപ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ മോശ പ്രവർത്തിച്ചു എന്ന് ഇസ്രായേൽ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്നതിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കുന്നതിൽ ശാസ്ത്രിമാർക്ക് ഒരു തെറ്റും പറ്റിയില്ല. യോശുവയുടെ മേൽ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് വലിയ അത്ഭുതങ്ങൾ ചെയ്തു, കനാൻ നാട്ടിലെ ശത്രുക്കളെ മുഴുവൻ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിൽ ശാസ്ത്രിമാർക്ക് ഒരിക്കൽ പോലും തെറ്റുപറ്റിയില്ല. അനേക രാജാക്കന്മാർ, ദാവീദ് രാജാവ്, ശൗൽ രാജാവ്, ശലോമോൻ രാജാവ്, അനേക ന്യായാധിപന്മാർ, അനേക പ്രവാചകന്മാർ, ഏലിയാവ്, എലീശ, ഇവരുടെയൊക്കെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് അവർ വലിയ അത്ഭുതങ്ങൾ നടത്തി, വലിയ പ്രവചനങ്ങൾ നടത്തി, യുദ്ധത്തിൽ ശത്രുക്കളെ പരാജയപ്പെടുത്തി എന്ന് ഇസ്രായേൽ ജനത്തെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിൽ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും തെറ്റുപറ്റിയില്ല. എന്തിനേറെ, വ്യഭിചാരത്തിൽ വീണുപോയ ശിംശോൻ എന്ന് പറയുന്ന ന്യായാധിപൻ്റെ മേൽ പോലും അതിശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉള്ളതുകൊണ്ട് അവൻ ശത്രുക്കളെ വലിയ തോതിൽ പരാജയപ്പെടുത്തി എന്ന് പഠിപ്പിക്കുന്നതിൽ ശാസ്ത്രിമാർക്ക് തെറ്റുപറ്റിയില്ല. എന്നാൽ സ്വർഗത്തിലെ പിതാവിൻ്റെ ഏകജാതനായ പുത്രനായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ, എന്തിനേറെ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചവനായ ദൈവത്തിൻ്റെ പുത്രൻ യേശു ക്രിസ്തു, അവരുടെ മശിയ, അവരുടെ ക്രിസ്തു അവരുടെ മധ്യത്തിൽ വന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അന്നുവരെ ഇസ്രയേലിൽ ആരും ചെയ്തിട്ടില്ലാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും ചെയ്തപ്പോൾ അത് സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണെന്ന് ഇസ്രായേൽ ജനത്തെ പറഞ്ഞ് പഠിപ്പിച്ച് ജനത്തെ മശിഹയിലേക്ക് നയിക്കുന്നതിൽ ശാസ്ത്രിമാരും പരീശന്മാരും പൂർണ്ണമായി പരാജയപ്പെട്ടു. അതിന് കാരണം എന്താ? ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ മേൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്ന് വ്യക്തമായിട്ടറിയാം. അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും ഭൂതങ്ങളുടെ ശക്തി കൊണ്ട് ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയത്തില്ല. കുരുട്ട് കണ്ണുകളെ തുറക്കുവാനോ, മുടന്തനെ സൗഖ്യമാക്കുവാനോ, ഊമനെയും ബദിരനെയും സൗഖ്യമാക്കുവാനോ, മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച ലാസറിനെ ശവക്കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനോ ഒരു ഭൂതങ്ങൾക്കും കഴിയത്തില്ലെന്ന് ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും നന്നായിട്ടറിയാം. യേശുവിൻ്റെ മേൽ വസിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവാണെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം. പിന്നെ എന്തുകൊണ്ടാണ് അവർ അത് അംഗീകരിക്കാതിരുന്നത്? ചില കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, അവരുടെ ഹൃദയം കഠിനമായി. ആ തലമുറയുടെ ഹൃദയം കാലങ്ങളായി അവരുടെ പാപങ്ങൾ പെരുകി 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 അതിൻ്റെ പൂർണ്ണതയിലെത്തി. ഇനി അവർക്ക് വിടുതലില്ലാത്ത നിലയിൽ അവരുടെ ഹൃദയം കഠിനമായി പോയിരിക്കുക. രണ്ടാമത്തെ വിഷയം, യേശുവിനെ അറസ്റ്റ് ചെയ്ത് പീലാത്തോസിൻ്റെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ പീലാത്തോസ് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. മഹാപുരോഹിതന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് അസൂയ കൊണ്ടാണെന്ന് പീലാത്തോസിന് വ്യക്തമായി മനസ്സിലായി. അതായത് അവരുടെ ഹൃദയം കഠിനമായി, പാപത്താൽ ഹൃദയം കഠിനമായി, അവരകത്ത് മുഴുവനും അസൂയ പൂണ്ടു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ മേൽ, യേശുക്രിസ്തുവിൻ്റെ മേൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടും അവർ അത് അംഗീകരിച്ചില്ല. അതായത് ദൈവത്തിൻ്റെ മഹത്വത്തെ, ദൈവത്തിൻ്റെ ആത്മാവിനെ അവർ വിളിക്കുകയാണ് അശുദ്ധാത്മാവെന്ന്. അതാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം. അവർ യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കി, യേശുക്രിസ്തുവിൻ്റെ മേൽ ഇരിക്കുന്ന ആത്മാവിനെ നോക്കിയിട്ട് പറയുകയാണ്,
ഇത് പരിശുദ്ധാത്മാവല്ല, ബെയ്സബൂലാണ്. അത്രമാത്രം അവർ ഹൃദയം കഠിനപ്പെട്ടു. അവരുടെ ഹൃദയം അസൂയ കൊണ്ട് നിറഞ്ഞു. അങ്ങനെ പരിശുദ്ധാത്മാവിനെ അശുദ്ധാത്മാവെന്ന് വിളിച്ചതാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം. അത് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കുകയില്ല. എന്നാൽ ഇന്ന് ദൈവസഭയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ക്ഷമിക്കപ്പെടാത്ത പാപം, ഇത്തരം ദൂഷണം ആരും തന്നെ ചെയ്യുന്നില്ല, പറയുന്നില്ല എന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്, ആത്മാവിനെ കെടുക്കുന്നത്, ആത്മാവിനെതിരെ മത്സരിക്കുന്നത്, ഇതെല്ലാം പാപം തന്നെയാണ്. പക്ഷേ അത് ക്ഷമിക്കപ്പെടാത്ത പാപമല്ല. ആത്മാവിനെ ദുഃഖിപ്പിച്ചാലും, ആത്മാവിനെ കെടുത്തിയാലും, ആത്മാവിനെതിരെ മത്സരിച്ചാലും മാനസാന്തരപ്പെടുവാൻ, അനുതപിക്കുവാൻ, പാപക്ഷമ പ്രാപിക്കുവാൻ എപ്പോഴും ഏത് നിമിഷവും ആ വ്യക്തിക്ക് ദൈവം അവസരം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചോദിക്കും, അന്യഭാഷയ്ക്കെതിരെ പറയുന്നവർ, പ്രത്യേകിച്ച് ബ്രദറൻ ബാപ്റ്റിസ്റ്റ് സഭകൾ, പരിശുദ്ധാത്മാവിൻ്റെ ബാഹ്യ പ്രവർത്തനങ്ങളായ കൃപാവര ശുശ്രൂഷകൾ, അന്യഭാഷാ ഭാഷണം, ആത്മനിറവിൽ ഉച്ചത്തിലുള്ള ആരാധനകൾ, ഇതൊക്കെ ദുരാത്മാവിൻ്റെ പ്രവൃത്തിയാണെന്ന് പറയുന്നവരാ. സത്യത്തിൽ അത് ആത്മാവിനെതിരെയുള്ള ദൂഷണമല്ല. കാരണം അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ അറിയാത്തത് കൊണ്ടാണ്, തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അത് ദൈവം ക്ഷമിക്കുന്ന കാര്യമാണ്. അവർക്കെല്ലാവർക്കും ദൈവം അതിൻ്റെ ബോധ്യങ്ങൾ കൊടുക്കും, അവർ ഏറ്റുപറയും, അവരനുദപിക്കും. എൻ്റെ കാര്യം പറഞ്ഞാൽ, ഞാനൊരു പാരമ്പര്യ ക്രിസ്ത്യാനിയായിരുന്നപ്പോൾ അന്യഭാഷാ ഭാഷണവും ഉച്ചത്തിലുള്ള ആരാധന ഒക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾ കളിയാക്കി ചിരിക്കുമായിരുന്നു. ആ അന്യഭാഷകളൊക്കെ അങ്ങനെ പറയാൻ ശ്രമിക്കുമായിരുന്നു. ഇതൊക്കെ അശുദ്ധാത്മാവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ ഏതു നേരവും പ്രാർത്ഥിക്കുന്നത് അന്യഭാഷയിലാണ്, ഉച്ചത്തിൽ ആരാധിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, നമ്മൾ ഇന്നത്തെ ക്രൈസ്തവ സഭ, ഇന്നത്തെ ലോകത്തിലെ ജനം പരിശുദ്ധാത്മാവിനെ അറിയുന്നില്ല. അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ല. വചനത്തിൽ എഴുതി വച്ചിട്ടുണ്ടെങ്കിലും അവർക്കതിൻ്റെ ശരിയായിരിക്കുന്ന വെളിപ്പാടില്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. എന്നാൽ ശാസ്ത്രിമാരും പരീശന്മാരും അങ്ങനെ അല്ല. ദൈവത്തിൻ്റെ മഹാപ്രവൃത്തി തലമുറകളായി കണ്ടവരവർ. ആ മഹാപ്രവൃത്തി കണ്ടവർ, പരിശുദ്ധാത്മാവിനെ വിവേചിക്കേണ്ടവർ, വിവേചിച്ചവർ യേശുവിൻ്റെ മേൽ വന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ബോധപൂർവം തിരിച്ചറിഞ്ഞിട്ട്, എൻ്റെ പോയിന്റ് അതാണ്, അവർക്ക് തിരിച്ചറിവുണ്ട്. അവരെന്താണ് പറയുന്നത്, യേശുവിൻ്റെ മേൽ എന്താണ് ഉള്ളത് എന്നവർക്ക് അറിയാം. ശരിയായ ബോധ്യമുണ്ടായിട്ട്, തിരിച്ചറിവുണ്ടായിട്ട്, ആ അറിവിനെ തമസ്കരിച്ച് പരിശുദ്ധാത്മാവിനെ, യേശുവിൻ്റെ മേലുള്ള പരിശുദ്ധാത്മാവിനെ അശുദ്ധാത്മാവെന്ന് വിളിച്ചതാണ് ആത്മാവിനെതിരെയുള്ള ദൂഷണം. അത് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കപ്പെടാത്ത പാപമാണ്.